ഹലോ മക്കളെ, എല്ലാവരും പഠനത്തിലേക്ക് ആരംഭിക്കാനുള്ള സമയം എത്തി നിൽക്കുകയാണ് അല്ലേ. നമ്മൾ വെക്കേഷനൊക്കെ പറഞ്ഞ് തുടങ്ങിയതാണ്, പക്ഷെ വെക്കേഷനൊക്കെ ഇതാ കഴിഞ്ഞ് വരികയാണ്. ഇനി മെയ് പറയുന്ന ഈ ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്കൂളിൽ പോകാൻ തുടങ്ങും. പക്ഷേ മെയ് എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് നമ്മൾ SSLC കുട്ടികൾക്ക് വളരെ ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു മാസം തന്നെയാണ്. കാരണം ഈ ഒരു സമയത്ത് ഇതുവരെയും പ്രിപ്പറേഷൻസ് തുടങ്ങാത്തവർ അല്ലെങ്കിൽ ഇതുവരെയും ഒരു പ്ലാനിങ് സെറ്റ് ആവാത്തവർ എന്തായാലും ഈ ഒരു മാസം വളരെയധികം പ്രിപ്പറേഷൻസ് തുടങ്ങേണ്ട ടൈമാണ്. കാരണം നമുക്കറിയാം, നമുക്ക് എപ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പഠിക്കാൻ മൂഡ് കിട്ടുന്നില്ല, പഠിക്കാൻ വളരെ ഒരു സുഖം കിട്ടുന്നില്ല, ഒന്നിനോടും ഒരു ഇഷ്ടം തോന്നുന്നില്ല. ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ ഇപ്പോൾ SSLC കയറി കുട്ടികൾക്കൊക്കെ തോന്നുന്നത്. കാരണം 9ാം ക്ലാസ് ഇങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ, എല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കുന്നു, 10ആയി SSLC ആയി. ഈ പ്രശ്നത്തിനിടയ്ക്ക് നമുക്ക് പഠിക്കാനോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാനോ ഒന്നും മൂഡ് തോന്നുന്നില്ല. ഇതല്ലേ പ്രധാനമായിട്ട് നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ അങ്ങനെ പ്രശ്നമൊക്കെ കൺഫ്യൂഷനൊക്കെ അടിച്ചിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മിസ് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ആണ്. അതുകൊണ്ട് എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണാം. ഓക്കെ, എൻ്റെ മക്കളെ, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം ഈ മൂഡ് കിട്ടുന്നില്ല, പഠിക്കാൻ തോന്നുന്നില്ല, ഈ പ്രശ്നമാണ്. ഈ പ്രശ്നം നമുക്ക് ഇപ്പോഴും ഉണ്ടെങ്കിൽ ഇതിപ്പോൾ തന്നെ നമ്മൾ മാറ്റണം. കാരണം ഇനി ഒരു വർഷക്കാലം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടവരാണ് നമ്മൾ. അപ്പോൾ വേറെ ഒരു തരത്തിലുള്ള പ്രശ്നമോ ഒരു പ്രഷറോ അല്ലെങ്കിൽ സ്ട്രെസ്സോ ഒന്നും നമ്മുടെ കൂടെ വരാൻ പാടില്ല. അതുകൊണ്ട് ആ പ്രശ്നം നമ്മൾ മുളയിലേ അങ്ങ് നുള്ളിക്കഴിയാം അല്ലേ. അപ്പോൾ നമ്മുടെ മെന്റലിസ്റ്റ് ആനന്ദമൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒന്നിനോടും ഒരു താല്പര്യം തോന്നുന്നില്ലെങ്കിൽ ആ താല്പര്യം ഉണ്ടാക്കിയെടുക്കാനുള്ള കുറച്ച് നുറുക്ക വിദ്യകളും കൂടെ നമ്മൾ പഠിച്ചു വെക്കണം എന്നുള്ളത്. അപ്പോൾ ഈ മൂഡ് കിട്ടാനുള്ള കുറച്ച് ടിപ്സാണ് മിസ് പറയാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ SSLC സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലേ. SSLC സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എത്ര നേരത്തെ നമ്മുടെ പ്രിപ്പറേഷൻസ് തുടങ്ങുന്നു അത്രയും കൂടുതലായിട്ട് നമ്മൾ അതിനോട് അറ്റാച്ച്ഡ് ആകും, ഒരു ബന്ധം നമുക്ക് തോന്നും. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളോട്, നമ്മൾ പഠിക്കുന്ന പാഠത്തിനോട്, നമ്മൾ പഠിക്കാൻ പോകുന്ന ആ കോൺസെപ്റ്റിനോട് ഒരു ഇഷ്ടവും ഒരു സ്നേഹവും ഒരു ആത്മബന്ധവും ഒക്കെ തോന്നണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ അതിനോടൊരു ഇഷ്ടം തോന്നുക, അതിനോട് പതിയെ കൂട്ടുകൂടി തുടങ്ങുക എന്നാണ്. അപ്പോൾ ഇപ്പോൾ ബയോളജിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം തന്നെ ഇപ്പം നമ്മുടെ എസ്ത്ര ബാച്ചിലൊക്കെ ആണെങ്കിൽ ഓൾറെഡി നമ്മൾ ബേസിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് ചാപ്റ്ററൊക്കെ തുടങ്ങി. അപ്പോൾ ആ കുട്ടികൾക്ക് അതിനോടൊരു സ്നേഹവും അതെന്താണെന്നുള്ള ഒരു സ്റ്റാർട്ടിങ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും അതിനോടൊരു അറ്റാച്ച്മെൻറ്റ്, ആ ഒരു വഴിയിലേക്ക് നിങ്ങൾ പതിയെ വീണ് പോയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ നല്ലൊരു പ്ലാൻ സെറ്റാക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് മിസ്സിന് പറയാനുള്ളത്, നിങ്ങൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, ഏത് സബ്ജക്റ്റാണ് പഠിക്കാൻ പോകുന്നത്, എങ്ങനെ ഞാനതിന് ഫോക്കസ് ചെയ്യണം എന്നൊരു ടു ഡു ലിസ്റ്റ്, ഒരു പ്ലാനിങ് സെറ്റ് ആക്കണം. അപ്പോൾ നമ്മൾ ഈ മെയ് തന്നെ തൊട്ട് നമ്മൾ പതിയെ കോൺസെപ്റ്റുകൾ പഠിച്ചു തുടങ്ങാൻ എന്നൊക്കെ നോക്കി ഏതൊക്കെ ചാപ്റ്റേഴ്സ് വേണം, ഏത് സബ്ജക്റ്റാണ് എനിക്ക് പുറകോട്ട്, ഏത് സബ്ജക്റ്റിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനമെടുത്ത് ഒരു പ്ലാൻ സെറ്റാക്കാം. അപ്പോൾ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുമ്പോഴാണ് തന്നെ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, ബുദ്ധിമുട്ടുള്ള പാഠങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ അതാദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിരിക്കുന്ന ടൈമിൽ അത് പഠിക്കാൻ തയ്യാറാകാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മ്യൂസിക് കേൾക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം വർത്താനം പറയുക. ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ആ മടുപ്പ് വരുന്ന സമയമാകുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, അതിനെ ഒന്ന് ട്രാക്ക് മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. എന്ന് വിചാരിച്ച് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക, TV കണ്ട് അങ്ങനെ സമയം കളയണം എന്നല്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഇനി SSLCയിലേക്ക് കയറാൻ പോവാണ്. നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ചെറിയ നോട്ടുകൾ, ഇപ്പോൾ പഴയ ബുക്കുകളിലെ പേജസ് ഒക്കെ ചേർത്ത് വെച്ച് നോട്ട് ഉണ്ടാക്കിയാലും മതി. അതൊക്കെ വെച്ച് നോട്ട് തയ്യാറാക്കുക. എന്നിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന റൂം നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഒന്ന് സെറ്റാക്കുക. കാരണം നമ്മൾ പഠിക്കുന്ന അന്തരീക്ഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് ഒന്നും വരാതെ, TVൻ്റെ സൗണ്ട് ഒന്നും കേൾക്കാതെ വളരെ കാമായിട്ട് ശ്രദ്ധയോടെ പഠിക്കാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക. അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ എന്ന് പറയുന്നത്, ഇതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാനും റിവൈസ് ചെയ്യാനും, നമ്മളിപ്പം അസ്ത്ര ബാച്ചിലൂടെ ആപ്പിലൂടെ പഠിക്കുകയാണെങ്കിലും, നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സിലൂടെ പഠിക്കുകയാണെങ്കിലും, സ്കൂളിൽ ക്ലാസ്സിൽ പോയിട്ട് വൈകുന്നേരം വന്ന് പഠിക്കുകയാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് ഒരു നോട്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പഠിച്ച് വീണ്ടും നമ്മുടെ മെമ്മറിനെ എന്ത് ചെയ്യുക, ഒന്നും കൂടെ പൊടി തട്ടി എടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ ബയോളജിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറന്നു പോകത്തേയില്ല. അപ്പോൾ ഇതുപോലത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാനൊരു ഇഷ്ടമുണ്ടാകും, ആ മൂഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾ ഇഷ്ടത്തോടെ പഠിച്ചാൽ മിസ് പറയാണ്, വാക്കുകൊണ്ട് ഉറപ്പിച്ച് പറയാണ്, SSLCയിൽ ഫുൾ A+ഉം അതുപോലെ തന്നെ ഫുൾ മാർക്കും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും.
അപ്പോൾ അതിന് നിങ്ങൾ റെഡിയാണ് എങ്കിൽ ആ ഒരു ഇഷ്ടത്തോടെ പഠിക്കാൻ, നിങ്ങൾ മൂഡോടുകൂടെ നല്ല ഉന്മേഷത്തോടെ, ഊർജ്ജത്തോടെ, ആവേശത്തോടെ പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, എടാ മോനെ നിങ്ങൾ റെഡിയാണെങ്കിൽ ഞങ്ങളും റെഡിയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിലൂടെ വീണ്ടും കാണാം. ബൈ.